ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ ചർച്ചയായി തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം. വി മുരളീധരൻ എം.എൽ.എ ആണ് വിഷയം കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു വിഷയം ഉന്നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ബി.ജെ.പിയിൽ ഫണ്ട് വിവാദം തലപൊക്കിയത്. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിൽ മുതൽ കൊടിതോരണങ്ങൾ കെട്ടിയതിൽ വരെ കമ്മീഷൻ കൈപ്പറ്റിയെന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ ആരോപണം. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയും ലോക്കൽ നേതാക്കളും ഫണ്ട് മുക്കിയെന്നായിരുന്നു പരാതി. ബി.ജെ.പി സംസ്ഥാന സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചെങ്കിലും അന്ന് സംസ്ഥാന പ്രസിഡന്റ് മറുപടി നൽകിയില്ല. കോർ കമ്മിറ്റിയിൽ വി മുരളീധരൻ എം.എൽ.എ തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയാണ് ഫണ്ട് വിവാദം ഉന്നയിച്ചത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നായിരുന്നു തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ നൽകിയ മറുപടി. സംസ്ഥാന നേതാക്കളായ എസ് സുരേഷ്, കെ സോമൻ എന്നിവർക്കെതിരെയാണ് വിവാദങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഇരുവർക്കുമെതിരെ നടപടി വേണം എന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. RSSനും ദേശീയ നേതൃത്വത്തിനും ഫണ്ട് തിരിമറി വിവാദത്തിൽ നേതാക്കൾ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കാൻ സാധ്യത. കേരള ബി.ജെ.പിയിലെ വിവാദത്തിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണിക്കുള്ള സാധ്യതയുമുണ്ട്. ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോഴും ചിലവിട്ട പൈസയിൽ തിരിമറി നടത്തിയെന്നാണ് ദേശീയ നേതൃത്വം നൽകിയ പരാതി. വിവാദങ്ങളിൽ മൗനം പാലിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.